കാത്തുമ്മേനെ വെച്ചിട്ടുള്ള എൻ്റെ ഒരു ഈവനിങ് റൂട്ടീനാണ് കേട്ടോ. എഗെയിൻ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കാത്തുൻ്റെ അച്ഛൻ സാമിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് നേരവും അടിച്ചു വാരിയേ പറ്റൂ. രാവിലെ തൊടിയൊക്കെ കഴിയും കേട്ടോ. വൈകുന്നേരം ഞാനിതുപോലെ ജസ്റ്റ് ഒന്ന് റഫായിട്ട് അടിച്ചു വാരി ഇടുകയുള്ളൂ. കാത്തു ഇപ്പോൾ എവിടെയും അങ്ങനെ ഇരിക്കില്ല കേട്ടോ. നമ്മളെപ്പോഴും അവന് എടുത്ത് തന്നെ നടക്കണം. താഴത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഗംഭീര കരച്ചിലായിരിക്കും. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒന്ന് കുളിക്കാൻ പോകാനും അതുപോലെ തന്നെ കാത്തു എഴുന്നേറ്റിരിക്കുന്ന സമയത്ത് ഒന്ന് ടോയ്ലറ്റിൽ പോകാനൊക്കെയാണ് കേട്ടോ ഞാൻ കാത്തുനെ ഇങ്ങനെ ഹൈ ചെയറിൽ ഇരുത്തിയിട്ട് വാഷ്റൂമിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തിട്ടിട്ട് ഇങ്ങനെ പോവും. കാരണം ഞാൻ ഡോർ അടച്ചാലും എന്നെ കണ്ടില്ലെങ്കിലും അവനപ്പം കരയാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇപ്പോൾ ഇത് പണിയൊക്കെ കഴിഞ്ഞൊന്ന് മേലൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട്. ഇനി കാത്തുമ്മേനെയും കൂടെ കൈയോടെ ഞാൻ മേല് കഴുകിച്ചെടുക്കും കേട്ടോ. വൈകുന്നേരം രാവിലെയും ഞാൻ ചെറു ചൂട് വെള്ളത്തിൽ തന്നെയാണ് അവനെ മേല് കഴുകിച്ചെടുക്കാറ്. പിന്നെ ഇതപ്പോൾ കുറച്ചൊക്കെ ആയി. പിന്നെ നമുക്ക് ക്രീം ഇടാനും തുടയ്ക്കാനും ഒന്നിനും നിന്ന് തരില്ല കേട്ടോ. പുള്ളിക്കാരൻ ഭയങ്കര ബിസിയാണ്. അതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഒരു കോളിംഗ് ബെല്ല് കേട്ടത്. നമ്മുടെ നൈക്കിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നാളായി വിചാരിക്കണു ഞാൻ കാലൊന്ന് വാക്സ് ചെയ്യണമെന്ന്. ഇപ്പോഴാണ് സമയം കിട്ടിയത് സ്ട്രിപ്പ് ഓർഡർ ചെയ്യാൻ. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ മേല് കഴുകൽ കഴിഞ്ഞാൽ കാത്തുന് കുറച്ച് നേരം പാല് കുടിച്ചിട്ടൊരു മയക്കുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ കോഫി കുടിക്കും. പിന്നെ അത് വിളക്കും വെക്കും. കുറച്ച് സമയം ഫോണിലും നോക്കും കേട്ടോ. എൻ്റേതായിട്ടുള്ള ഒരു പേഴ്സണൽ ടൈം എന്ന് പറയുന്നത് കാത്തു ഉറങ്ങുന്ന സമയത്ത് ഫോണായിട്ടിരിക്കുന്ന ആ ഒരു ടൈമാണ്.